ഇവിടെ കാര്യങ്ങളൊക്കെ മാറി. നിങ്ങളുടെ ഇഷ്ടപ്രകാരം, ഭരണകക്ഷിയുടെ ഇഷ്ടപ്രകാരം സഭയെ കൊണ്ടുപോകാനാണ് പരിപാടിയെങ്കിൽ ആ പരിപാടി ഇനി നടക്കില്ല എന്ന് ഇന്നലെ വളരെ കൃത്യമായിട്ടുള്ളൊരു സന്ദേശം നൽകിയിരിക്കുകയാണ് പുതിയ പ്രതിപക്ഷം. നിങ്ങൾക്ക് ആളുകളെ പേടിപ്പിക്കാം, ഭീഷണിപ്പെടുത്താം, പുറത്താക്കാം, മൈക്ക് ഓഫ് ചെയ്യാം. പക്ഷേ ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയുടെ അംഗങ്ങളായ പ്രതിപക്ഷം ഈ സർക്കാരിന്റെ ജനവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ ഓരോ നടപടികളെയും ഓരോ നിമിഷവും പാർലമെന്റിൽ ചെറുത്തുകൊണ്ടേയിരിക്കും. ഈ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തണം എന്ന ഒരു രീതി അതൊരു മാൻഡേറ്ററി അല്ല സർ. അത് നിയമപരമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായ ഒരു ബാധ്യതയല്ല. അതൊരു കീഴ്വഴക്കം, ആചാരം എന്ന് മാത്രമേ ഉള്ളൂ. രാഷ്ട്രപതി പ്രസംഗിക്കുന്നു, അതിനൊരു നന്ദി പറയുന്നു, ഒരു നല്ല നമസ്കാരം പറയുന്നു, അതൊരു മര്യാദ. 1996 വാജ്പേയി ആദ്യമായിട്ട് പ്രധാനമന്ത്രിയായ സമയത്ത് 10 ദിവസം മാത്രമാണ് ആ സർക്കാർ നീണ്ടു നിന്നത്. അദ്ദേഹത്തിന് നന്ദി പ്രമേയം കൊണ്ടുവരാനോ അത് പാസ്സാക്കാനോ കഴിഞ്ഞില്ല. പിന്നീട് വന്ന ദേവഗൌഡ സർക്കാർ ആ നന്ദി പ്രമേയത്തെ കുറിച്ച് ആലോചിച്ചു പോലുമില്ല. അതുപോലെ 1977 ഗുജറാത്തിൽ മാധവ് സിംഗ് സോളാങ്കിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നു. ഗവർണർ പ്രസംഗിച്ചു, നന്ദി പ്രമേയ ചർച്ചയ്ക്ക് തീയതി നിശ്ചയിച്ചു. പക്ഷെ അതിനു മുമ്പായിട്ട് സോളാങ്കി സർക്കാർ തന്നെ താഴെ പോയി. പിന്നീട് ചിമൻഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലാണ് പുതിയ ഗവൺമെന്റ് വന്നത്. പക്ഷേ ചിമൻഭായ് പട്ടേല് നേരത്തെ നടന്ന ഗവർണറുടെ പ്രസംഗത്തെ പറ്റി ആലോചിക്കുകയോ ഒരു നന്ദി പ്രമേയം കൊണ്ടുവരുവാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. നന്ദി പറയാതെ ആ പ്രസംഗം അങ്ങനെ പോയി. ഇതൊക്കെ കീഴ്വഴക്കങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നു, പിന്നീട് നയപ്രഖ്യാപന പ്രസംഗം, അതിന്മേലുള്ള നന്ദി പ്രമേയം. അതാണ് അതിൻ്റെ ഒരു രീതി. പക്ഷെ കേരള നിയമസഭയിൽ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ്, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഗവർണറുടെ പ്രസംഗം നടക്കുന്നതിന് മുമ്പ് പ്രോടൈം സ്പീക്കറുടെ അധ്യക്ഷതയിൽ ഫൈനാൻഷ്യൽ ബിസിനസ് നടന്നിട്ടുണ്ട്. അപ്പൊ ഈ കീഴ്വഴക്കം എന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യമില്ല. മറ്റൊരു തൊഴിന്യായം സ്പീക്കറും രാജ്യസഭാ ചെയർമാനും പറഞ്ഞത്, ചേട്ടാ ഇവിടെ നമ്മൾ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദി പ്രമേയം ചർച്ച ചെയ്യുകയാണല്ലോ, അപ്പോൾ ഇതൊക്കെ പറയാം, നീറ്റ് പറയാം, എന്തിനെ പറ്റി വേണമെങ്കിലും പറയാം, ഈ രാജ്യവുമായി ബന്ധപ്പെട്ട ഏത് വിഷയവും നമുക്ക് ചർച്ച ചെയ്യാം, അന്നേരം അങ്ങ് സംസാരിച്ചാൽ പോരെ. എന്തോ ഒരു ഔദാര്യമാണ് നമ്മുടെ സ്പീക്കറുടെയും രാജ്യസഭാ ചെയർമാന്റെയും. എന്താ അപകാസ്യമാണ് ഈ നിലപാട്? നന്ദി പ്രമേയ ചർച്ചയിൽ പറയുന്നത് പോലാണോ ഈ നീറ്റ് വിഷയം ചർച്ച ചെയ്യേണ്ടത്? അതൊരു പ്രത്യേക വിഷയമായിട്ട് വരേണ്ടതാണ്. അത് നന്ദി പ്രമേയത്തിൽ നിരവധി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഈ കൂഴച്ചൊക്കെ കുഴയുന്നത് പോലെ കിടന്ന് കുഴയേണ്ട ഒരു കാര്യമല്ല. അത് വേറെ ചർച്ച ചെയ്ത് അതിന്മേൽ തീരുമാനമുണ്ടാവണം, അതിന് മറുപടി പറയണം. നന്ദി പ്രമേയം സംബന്ധിച്ച് നടക്കുന്ന ചർച്ചയിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്കൊന്നും എല്ലാറ്റിനും മറുപടി കിട്ടണമെന്നില്ല. നീറ്റ് വേണമെങ്കിൽ മറുപടി പറയാതെ പോകാവുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ മറുപടി വേണ്ട ഒരു ചർച്ചയാണ് പ്രതിപക്ഷം ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അവർ അതിശക്തമായിട്ട് അതിനുവേണ്ടി ശബ്ദമുയർത്തിയത്. ജഗദീപ് ധൻഖറയും ബിർളയെയും എത്രമാത്രം ദൂരക്കാഴ്ചയോടുകൂടിയാണ് BJP ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കും അതുപോലെ തന്നെ ബിർളയെ സ്പീക്കർ സ്ഥാനത്തേക്കും കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഉപരാഷ്ട്രപതി എന്ന നിലയിലാണ് ധൻഖർ രാജ്യസഭയുടെ ചെയർമാനാവുന്നത്, രാജ്യസഭയുടെ അധ്യക്ഷനാവുന്നത്. സാധാരണഗതിയിൽ രാജ്യസഭാ അധ്യക്ഷന്മാര്, അതായത് ഉപരാഷ്ട്രപതിമാര്, ചോദ്യോത്തര വേള കഴിഞ്ഞാൽ പിന്നെ സഭയിലെ നടപടികളിൽ അങ്ങനെ പങ്കെടുക്കാറില്ല. പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ചെയ്യാറില്ല. കിഷൻകാന്ത് ഉപരാഷ്ട്രപതി ആയപ്പോഴാണ് അതിനൊരു മാറ്റം വന്നു. കിഷൻകാന്ത് ചോദ്യോത്തരം കഴിഞ്ഞാലും സഭാ നടപടികളിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും സഭ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായി. ഇപ്പോൾ ധൻഖറും അത് തന്നെയാണ് ചെയ്യുന്നത്. അതാണ് BJPക്ക് വേണ്ടത്, സർക്കാരിന് വേണ്ടത്. നമ്മുടെ വെങ്കയ്യ നായിഡു ആയിരുന്നു നേരത്തെ ഉപരാഷ്ട്രപതി. അദ്ദേഹം വളരെ മാന്യനായ ഒരു മനുഷ്യനാണ്. ഈ ഉപരാഷ്ട്രപതി സ്ഥാനം രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് മറ്റൊരാൾ വേണം എന്ന് വിചാരിച്ചതിന്റെയും കരുതിയതിന്റെയും ഫലമായിട്ടാണ് ധൻഖർ ബംഗാളിൽ ഗവർണർ ആയിരിക്കെ ഇവിടെ വന്നിട്ട് ഉപരാഷ്ട്രപതി ആവുന്നത്. ബംഗാളിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം BJP സർക്കാർ കണ്ടതാ. വാസ്തവത്തിൽ അദ്ദേഹം ഇങ്ങനെ RSS ശാഖയിൽ പോയി കാക്കിയിട്ട് അല്ലെങ്കിൽ ദണ്ട് പിടിച്ച് അങ്ങനെയൊന്നും കടന്നു വന്ന ഒരാളല്ല. പക്ഷെ അത്തരക്കാരേക്കാൾ BJPയോട് യജമാന സ്നേഹം കാണിച്ചിരുന്ന ഒരു ഗവർണറായിരുന്നു.
അദ്ദേഹത്തിന്റെ പാരമ്പര്യം ആദ്യം ജനതാദളാണ്, പിന്നീട് കോൺഗ്രസ് ആണ്, പിന്നീടാണ് BJP. പക്ഷേ ഗവർണർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ മമതാ ബാനർജിയെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം, എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം എന്ന പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം സ്വാമിയേക്കാൾ സ്വാമി ഭക്തിയുള്ള ഒരാളാണെന്ന് തെളിയിക്കുകയും അങ്ങനെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് വരികയും ചെയ്ത. വാസ്തവത്തിൽ നമ്മുടെ രണ്ടാമത്തെ പ്രഥമ പൗരന അദ്ദേഹത്തിന് ഈ ചെയർമാൻ സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞത് സദാസമയം ഇവിടെ വന്നിരുന്ന് ഈ അംഗങ്ങളോട് മല്ലയുദ്ധം നടത്തുന്നത്, വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടം നടത്തുന്നത് എത്രത്തോളം ഉചിതമാണ്, ഔചിത്യപൂർണമാണ് എന്നത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെയാണ് ഓം ബിർള. രാജ്യത്തിന് പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല അദ്ദേഹത്തിന് പ്രധാനം. ഒറ്റ ഉദാഹരണം പറയാം. 2023 ഡിസംബറിൽ ഒരു സംഘം ആളുകള് ലോക്സഭയുടെ എല്ലാ സുരക്ഷാ സജ്ജീകരണങ്ങളും മറികടന്ന് ഭേദിച്ചുകൊണ്ട് സഭയിൽ വന്നു. സഭയുടെ സുരക്ഷയ്ക്ക്, അതിലെ അംഗങ്ങളുടെ സുരക്ഷിതത്വത്തിന്, അല്ലെങ്കിൽ സഭയുടെ പരിപാവനത്വത്തിന്, അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഈ പ്രതിഷേധക്കാർ സഭയിലേക്ക് വന്നത്. അതിന്റെ ഉത്തരവാദി സ്പീക്കറാ. ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ സംഭവിക്കുന്നതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. അതൊരു ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഈ സുരക്ഷാ ലംഘനത്തിനെതിരായിട്ട് വളരെ രാജ്യം തന്നെ ഞെട്ടിപ്പോയ ഒരു സംഭവമായിരുന്നു. പക്ഷെ അതേപ്പറ്റി ചർച്ച നടത്താൻ അദ്ദേഹം സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, അത് ആവശ്യപ്പെട്ട 100 അംഗങ്ങളെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു റെക്കോർഡിന് ഉടമയാവുകയും ചെയ്തു. ഈ ചക്കിക്കൊത്ത ചങ്കരന്മാരായിട്ട് നിൽക്കുകയാണ് രണ്ടുപേരും. പക്ഷെ ഒരു കാര്യം വീണ്ടും ഓർപ്പിക്കാം, പഴയതുപോലെ നടക്കില്ല അധ്യക്ഷ മഹോദയ. ഇവിടെ കാര്യങ്ങളൊക്കെ മാറി. നിങ്ങളുടെ ഇഷ്ടപ്രകാരം, ഭരണകക്ഷിയുടെ ഇഷ്ടപ്രകാരം സഭയെ കൊണ്ടുപോകാനാണ് പരിപാടിയെങ്കിൽ ആ പരിപാടി ഇനി നടക്കില്ല എന്ന് ഇന്നലെ വളരെ കൃത്യമായിട്ടുള്ളൊരു സന്ദേശം നൽകിയിരിക്കുകയാണ് പുതിയ പ്രതിപക്ഷം. നിങ്ങൾക്ക് ആളുകളെ പേടിപ്പിക്കാം, ഭീഷണിപ്പെടുത്താം, പുറത്താക്കാം, മൈക്ക് ഓഫ് ചെയ്യാം. പക്ഷേ ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയുടെ അംഗങ്ങളായ പ്രതിപക്ഷം ഈ സർക്കാരിന്റെ ജനവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ ഓരോ നടപടികളെയും ഓരോ നിമിഷവും പാർലമെന്റിൽ ചെറുത്തുകൊണ്ടേയിരിക്കും.